നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് തലസ്ഥാന നഗരി ഒന്നടങ്കം വിജനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പണിമുടക്ക് അതാണ് ഇന്ന് തലസ്ഥാനത്തുള്ളത്. തലസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ പോലും ആരും തന്നെയില്ല. എല്ലാവരും പ്രതിഷേധം പണിമുടക്കുമായി ബന്ധപ്പെട്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അതുമായി സഹകരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. മോദി സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ലേബർ കോഡിനെതിരെ തന്നെയാണ് പണിമുടക്ക് ആരംഭിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള കേന്ദ്രത്തിന്റെ ചില മാറ്റങ്ങൾ, അതും തൊഴിലാളികളോടുള്ള ദ്രോഹമാണ്, തൊഴിലാളികളെ വഞ്ചിക്കുന്ന തരത്തിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് ഉണ്ടാകുന്നു. പക്ഷേ ഈ സമരത്തിൽ, ഈ പണിമുടക്കിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് രംഗത്തേക്ക് എത്തുന്ന ആളുകളോട് എന്തിനാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സമരം സംഘടിപ്പിക്കുന്നത്, ഇതിന്റെ അജണ്ട എന്താണ് ഈ പണിമുടക്കിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചാൽ പലർക്കും അതിനൊരു ഉത്തരമില്ല എന്നുള്ളതാണ് വസ്തുത. അതായത്, പാർട്ടി വിളിക്കുന്നു, ജയ് വിളിക്കാൻ വേണ്ടി ഞങ്ങളും ഇറങ്ങി വരുന്നു, എന്താണ് ആവശ്യമെന്നോ എന്താണ് ഈ സമരത്തിന്റെ ഉദ്ദേശമെന്നോ എന്നതിനെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കേണ്ട എന്നുള്ളൊരു മട്ട്, അല്ലെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളൊരു മട്ട്. ഒരു വശത്ത് ഇത്തരത്തിലാണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധക്കാർ സംസാരിക്കുന്നതെങ്കിൽ, മറുവശത്ത് ഇവിടെ കൃത്യമായിട്ടുള്ള ബോധമുള്ള, കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളുകളുണ്ട്. അതിലൊരാളെന്ന് പറയുന്നത് KSRTC ഡ്രൈവറായ യദു തന്നെയാണ്. അതായത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തനിക്ക് ജോലി ചെയ്യാൻ ഒരു തരത്തിലും ഒരു അവകാശം ലഭ്യമാകാത്തത് മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള ഒരു റോഡ് തർക്കത്തെ തുടർന്നാണ് എന്നുള്ളത് പറയുകയാണ് യദുവിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് വർഷമായിട്ട് മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള ഡ്രൈവർ തർക്കത്തെക്കുറിച്ച് സംസാരിച്ചു വരുന്നുണ്ട്. പക്ഷേ ഇന്നും നീതി ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് യദു കടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പണിമുടക്ക് സമയത്തിലും ജോലി ചെയ്യുന്ന രീതിയിലേക്ക് യദു ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, KSRTC ഡ്രൈവർ കുപ്പായം ഊരിവെച്ചുകൊണ്ടാണ് യദു ഇപ്പോൾ നിരത്തിലേക്ക് ഇറങ്ങുന്നത്. ഒരു ഡെലിവറി ബോയ് ആയി എങ്കിലും തൻ്റെ കുടുംബം പോറ്റണം എന്നുള്ള രീതിയിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ കാണിച്ച ധാർഷ്ട്യമാണ്. ആ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗമായി താൻ ഇത്തരത്തിലൊരു ജോലിക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പണിമുടക്കുകളൊന്നും തനിക്ക് ബാധകമാകില്ല, താൻ കൃത്യമായിട്ട് ജോലിക്ക് ഇറങ്ങും, ശേഷിയുള്ള കാലത്തോളം അധ്വാനിച്ചു ജീവിക്കാനുള്ള മനസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യദു ഇന്ന് രംഗത്തേക്ക് വരുന്നു. അതായത്, ഒരു വശത്ത് സർക്കാരിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ, ആ പ്രതിഷേധക്കാർ ജോലി ചെയ്യുന്നവരുടെ ജോലി തടസ്സപ്പെടുത്തുമ്പോൾ, മറുവശത്ത് അധ്വാനിച്ച് ജീവിക്കാനുള്ള മനുഷ്യരുടെ ഓരോ പെടാപ്പാടുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് യദു തൻ്റെ ഈ യൂണിഫോമും ഇട്ട്, അതായത് പുതിയ വേഷം, പുതിയ ജോലിയുടെ യൂണിഫോമും ഇട്ട് രംഗത്തേക്ക് വരുന്നതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുമ്പോൾ കയ്യടികൾ നേടുകയാണ്. അതായത്, ജോലി ചെയ്യാൻ ഉള്ള അവസരങ്ങൾ ഓരോന്നും അവനിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെടുമ്പോൾ അവസരങ്ങൾ അവൻ തന്നെ തേടിപ്പോകുന്നു, അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത് ഇന്ന് പണിമുടക്ക് ദിവസത്തിൽ കൂടെ ആകുമ്പോൾ ജനശ്രദ്ധ നേടുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇത്തരത്തിൽ യദുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി വാർത്തയോടും KSRTC ഡ്രൈവറായിരുന്ന യദു തന്റെ പുതിയ ജോലി, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രൈവറ്റ് ബസ് 2-3 തവണ ഓടിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ വാർത്ത കൊടുത്തതാണ്. വണ്ടിയെ ടാർഗറ്റ് ചെയ്ത് വണ്ടിയെ വെഹിക്കിളിനെ കൊണ്ട് പിടിപ്പിക്കുകയും 2-3 പ്രാവശ്യം ഒരു വണ്ടിയെ മുതലാളി തന്നെ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ ടാർഗറ്റ് ചെയ്ത് അതിൽ തന്നെ പിടി വരുമ്പോഴത്തേക്ക് മുതലാളി എന്ത് ചെയ്യും? നമുക്ക് തരില്ല. എന്നുവെച്ചാൽ അവരെ സേഫ്റ്റിയിലേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ തരാതെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു നോക്കിയപ്പോൾ സുഖി ആകുമ്പോഴത്തേക്ക് നമ്മളെ തന്നെ ഓണം, നമ്മളെ തന്നെ രാജാവ്, നമുക്ക് എപ്പോൾ വേണം തുടങ്ങാം, എപ്പോൾ വേണം അവസാനിപ്പിക്കാം, പൈസ നമുക്ക് ടാർഗറ്റ് ആകുമ്പോൾ അവസാനിപ്പിക്കാം, ഇന്ന ടൈം ജോലി ചെയ്തേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇന്ന ടൈം മുതൽ ഇന്ന ടൈം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ ചെയ്യാം. പിന്നെ അതുമല്ലാതെ കുഞ്ഞിനെ സ്കൂളിൽ വിളിച്ചു കൊണ്ടാക്കാനൊക്കെ ടൈം കിട്ടും. പിന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഈ ബസ്സിലായിരുന്നു അതൊന്നും നടക്കൂല. പിന്നെ ഇതാകുമ്പോഴത്തേക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല, വേറെ ഒന്നും പേടിക്കണ്ട. ബസ്സിലാകുമ്പോൾ ബസ്സിൽ നിന്ന് ആളെ വിടുന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ബസ് പോണ വഴിക്ക് വല്ല തട്ട് പറ്റിയാലോ നീ നാളെ വാർത്തയാവും. നിങ്ങളൊക്കെ കൂടി നിങ്ങളൊക്കെ മൊത്തത്തില് ചാനലുകാരെല്ലാവരും കൊണ്ടൊന്നും വാർത്ത കൊടുക്കും, ഇത് ആ വണ്ടി ഇടിച്ചു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. അപ്പൊ അതൊക്കെ അപേക്ഷിച്ച് ഇത് സമാധാന സ്വസ്ഥമുണ്ട്, എല്ലാ കാര്യങ്ങളും നടന്നു പോകും നമ്മുടെ കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്ക് എനിക്ക് ഇത് സ്വിഗ്ഗിയുടെ ഇത് മാത്രമല്ല, സ്വിഗ്ഗിയുടെ തന്നെ ഇൻസ്റ്റ മാത്രമുണ്ട്. അപ്പൊ അതും കൂടെ ഓടണം. ഫുഡ് മാത്രം ഓടിയിട്ട് കാര്യമില്ല, ഇൻസ്റ്റ മാത്രം കൂടെ ഓടിയാല് പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളും. എല്ലാ ജോലിക്കും ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പറ്റില്ല.
ജോലി ചെയ്യാതെ നമുക്ക് ജീവിക്കാനുള്ള വഴി ആരും തന്നിട്ടില്ല. ജോലി ചെയ്ത് ജീവിക്കാനും പറ്റുമോ? അപ്പൊ ഇതാകുമ്പോ കുഴപ്പമില്ല, സ്വസ്ഥമുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് മറ്റേ ആ ഭാഗത്ത് മുടവമ്മകൾ ഭാഗത്താണ് മാർട്ടിന്റെ ഇത് വരുന്നത്. അപ്പൊ പഴയ മേയറിന്റെ വീട്ടിന്റെ അടുത്ത് വരെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പൊ ആളുകൾ എന്നെ അറിയാന്നുള്ള പയ്യന്മാര്, കൂടെ ജോലി ചെയ്യുന്ന പയ്യന്മാര് പറയുന്നു, എടാ മേയറിന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ വരാറുണ്ട്, ചിലപ്പോ പോയേണ്ടി വരും, പേടിക്കല്ലേ, മാസ്ക് ഒക്കെ ഇട്ട് വേണം പോകാനെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല, നമ്മുടെ ജോലിയല്ലേ, ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കേസുണ്ട്, പറയാൻ പറ്റൂല. ചെന്ന് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞാൽ ആംഗ്യം കാണിച്ചെന്നോ, അല്ലെങ്കിൽ ഇപ്പൊ ആംഗ്യം അവസാനിച്ചല്ലോ, ആംഗ്യം മാറി ഇനി വേറെ വല്ലതും ചെയ്തെന്നോ വല്ലതും പറയണമെങ്കിൽ ആ ഒരു പേടിയുണ്ട്. അത് വേറെ ഒന്നും. ഈ ജോലി സുഖവും സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. ഈ കേസ് എങ്ങനെയാണ്? കേസിന്റെ കാര്യങ്ങൾ കേസ് 21-ാം തീയതി. കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചത് എന്തിനാണ്? കഴിഞ്ഞ വർഷം മാറ്റി വെച്ചതല്ല, അത് അവർക്ക് കേസ് പഠിക്കാനുള്ള നോട്ടീസ് കൈ കിട്ടണ്ടേ. അതായത് നമ്മൾ അന്ന് നോട്ടീസ് കൊടുക്കേണ്ട ഡേറ്റില് കൊടുത്ത്, പോലീസ് നോട്ടീസ് ഇവർക്ക് കൊടുത്ത് ഇവർ കൈപ്പറ്റി അതിനുള്ള ടൈം പീരീഡാണ് നോട്ടീസ് കൊടുക്കാനുള്ള ടൈം. 6 പേർക്ക് 6 പ്രതി നോട്ടീസ് കൊടുക്കുക. ആ നോട്ടീസ് കൊടുത്തിട്ട് അവരിനി വരണം, 21-ാം തീയതി വരണം. വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. ഇപ്പൊ ഒരു പുതിയൊരു ജോലിയിലേക്ക് കടന്നു എന്ന് പറഞ്ഞിട്ട് വാർത്തകളൊക്കെ വന്നപ്പോ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഒരുപാട് പോരാടി നീതി കിട്ടൂല എന്ന് തോന്നിയപ്പോ സ്വാഭാവികമായിട്ടും അവനവന്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം. നമ്മളിപ്പോ ഒരു പാർട്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നില്ല, ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ ഞാനും ഇപ്പോഴിരിക്കുന്ന VV രാജേഷൊന്നും അറിഞ്ഞിട്ടില്ല. അതിനു മുമ്പേ വാർത്തകൾ ഇറങ്ങിയ VV രാജേഷിന്റെ ഡ്രൈവറായി BJP ജോലി കൊടുത്തു, ഏത് BJP കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നു. പക്ഷെ ഞാനേ ഇപ്പൊ ഒരു പാർട്ടിയിലും നിലവിലില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയിലും നിലവിലില്ല. ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി SFI സംഘടനയിലുണ്ടായിരുന്നു, കോളേജ് ജീവിത രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനത്തെ ഉള്ള ചെറിയ പിന്നെ വണ്ടി ഓടാൻ നേരത്ത് CIT യൂണിയനിലാണ് ഉണ്ടായിരുന്നത്. ആ കാർഡാണ് പലപ്പോഴും ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ ഞാൻ BMS-ലോ അങ്ങനെ ഒരു സംഘടനയും ചേർന്നിട്ടില്ല. പിന്നെ നമുക്കൊരു ജീവിതത്തില് പാർട്ടിയിൽ ഏത് പാർട്ടിക്കാരാണോ നമുക്ക് ജോലി ചെയ്യുന്നത് ആ സംഘടനയിൽ ചേരും. എന്ന് വെച്ചാൽ ഇവരെ പോലെയുള്ള ആൾക്കാർ വന്ന് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു സംഘടനയിൽ ഇല്ലെങ്കിൽ ഇവര് ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും വർഷമായില്ലേ, 2.5 വർഷമാവാൻ പോവുകയാണ്. വർഷങ്ങൾ ഇതാ പോകുന്നു, 2.5 വർഷം ആവുകയാണ്. ഒരു കേസ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോലീസുകാർക്ക് മെമ്മറി കാർഡ് എവിടെ പോയെന്ന് കാണാനില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാണ്. അതാണ് കാര്യം. അതായത് നമ്മുടെ അവസ്ഥ അതാണ്. നമ്മൾ വലിയ പണക്കാരനോ അല്ലെങ്കിൽ സാമ്പത്തികമുള്ളവനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പിൻബലമോ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രത്തോളം പോകില്ലായിരുന്നു. പെട്ടെന്ന് ഈ കേസിന് ഒരു തീരുമാനമായ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും പറയുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും സാധാരണ ജനക്കാണ് സപ്പോർട്ടാണ്. എന്നെ പോലെയുള്ള പാവപ്പെട്ടവര് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. സാമ്പത്തികമായിട്ടും ചെയ്യാൻ പറ്റില്ല, അല്ലാതെയും ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഈ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പക്ഷെ അവർക്ക് സപ്പോർട്ട് ചെയ്യാനും അവര് ചെയ്യുന്നില്ല. എന്താ പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ പ്രൈവറ്റ് ബസ്സിൽ ഓടിക്കുമ്പോൾ പോലും ടാർഗറ്റ് ചെയ്തിട്ട് ഉദ്യോഗസ്ഥര് പോലും വഴി തടഞ്ഞു വെക്കുന്നതും. അത് ഉദ്യോഗസ്ഥര് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവര് പറയുന്ന അവരെ ജോലി. അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരണം മാറിയാലേ വല്ലതൊക്കെ നടക്കൂ. ഭരണം മാറണം, ഭരണം മാറാതെ ഒരു കാര്യം നടക്കില്ല. ഭരണം മാറിയാലാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. എന്നുവെച്ചാൽ ഭരണത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ എന്നെ കൂടുതൽ ടാർഗറ്റ് ചെയ്തത്. ഭരണം മാറുമ്പോൾ നല്ല രീതിയിൽ ടാർഗറ്റ് ഉണ്ടാകും. തോന്നുന്നുണ്ടോ മുന്നോട്ടേക്ക് ഇനി മൂന്നാമൊരു പിണറായി സർക്കാർ വരുമെന്ന്? അത് എനിക്ക് അറിഞ്ഞൂടാ, ജനങ്ങളെ കയ്യിലല്ലേ. അല്ല, എന്നാലും ഇപ്പോഴത്തെ വിലയിരുത്തലൊക്കെ വെച്ച് നോക്കുമ്പോ പ്രത്യേകിച്ച് ഏതോ പണ്ടത്തേരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരുപാട് പൊളിറ്റിക്കൽ പരമായിട്ട് സംസാരിക്കുന്നത് കാണാം. അങ്ങനെയൊക്കെ നോക്കുമ്പോ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നെങ്കിൽ ഇപ്പൊ പാടാണ്. പല ആൾക്കാരും DFA എന്തോ പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ BJP-യിൽ പോയിരിക്കുന്നു. 2020 വന്നിട്ടുണ്ട് BJP-യിൽ. പല ആൾക്കാരും മാറുന്നുണ്ട്. എനിക്ക് ആരാണ് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ആ പാർട്ടിയിൽ ചേർന്നത്. അതിപ്പോ നമുക്ക് കോൺഗ്രസ് എന്നോ BJP എന്നോ അങ്ങനെയല്ല. എന്തായാലും ഞാൻ എന്റെ പാർട്ടിയിലോട്ട് തിരിച്ചു പോകുന്നില്ല. കാരണം എന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഞാൻ അത്രയ്ക്കും പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഏരിയയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും കോളേജിലായാലും കാര്യങ്ങളായാലും പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. ടിയർ ഗ്യാസ് വന്ന് ഫ്രണ്ട് വീഴുന്നിട്ടുണ്ട്. ഒത്തിരി കേസുകളുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ഒത്തിരി അടി കൊണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിഞ്ഞിട്ടുണ്ട് പോലീസിൽ. പണ്ടത്തെ കാര്യം അതിനൊക്കെ കുറെയൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്ത് അടി കിട്ടുകയും ചെയ്ത് നമ്മൾ അനുഭവിക്കുകയും ചെയ്തു. അവസാനം ആരും ഇല്ലാത്ത അവസ്ഥ.
ഇപ്പോഴേ തന്നെ പറഞ്ഞില്ലേ ഞാൻ BJP കാരനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ചുമ്മാ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾ BJP കാരനാവും, തീവ്രവാദിയാവും. നമ്മളെ ശബ്ദം ഉയർത്താൻ പാടില്ലെന്ന് പറഞ്ഞു. അതിനുള്ള വലിയ വലിയ ആൾക്കാർക്ക് മാത്രം, അല്ലെങ്കിൽ പദവിയോ പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമോ ഉണ്ടെങ്കിൽ നമുക്ക് എതിർക്കാം അവരെ എടുത്തേക്ക്. അല്ലാതെ പൈസ ഇല്ലാത്തവൻ മിണ്ടരുത്, ഊമയായിക്കൊള്ളണം, വോട്ടിടാൻ മാത്രം അവന്റെ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും കോർപ്പറേഷൻ ഇലക്ഷനിൽ മാറിക്കാണും. ജനങ്ങളില്ല, പഴയതുപോലെയല്ല. ഇപ്പൊ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല കളികളും ഏത് പാർട്ടിക്കാരായാലും കളികളും പറ്റില്ല. ഒന്നാമത് പിന്നെ ജോലി തരാന്ന് പറഞ്ഞ എന്റെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഈ മേയർ എന്ന് പറയുന്ന ആളും പറഞ്ഞിട്ടില്ല ജോലി ഞാൻ പേപ്പർ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ വേക്കൻസി ഇല്ല, വേക്കൻസി ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് മാത്രമേ പറഞ്ഞു. മേയർ VV രാജേഷ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എനിക്ക് ഉറപ്പ് തന്നിട്ടോ അങ്ങനൊന്നും ഒന്നുമില്ല. നോക്കാന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഇതിന്റെ ഇടയിൽ ഒരുപാട് അടിയൊഴുക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ മേയറിനെ ഒന്ന് നേരിട്ട് കാണുവാണെങ്കിൽ എന്തായിരിക്കും ആദ്യം ചോദിക്കുന്നത്? മുൻ മേയർ ആയിരുന്ന ആര്യ രാജേന്ദ്രനെ കാണുകയാണെന്ന് വിചാരിക്കും, യദുവിന്റെ മുന്നിൽ കാണുവാണ്. അപ്പൊ യദു എന്താണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്? അങ്ങനെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഇല്ല ഒന്നും ചോദിക്കാൻ പോകില്ല. ചോദിക്കാതെ പറയാതെ ഇങ്ങനെ കേൾക്കേണ്ടി വന്നു. ഇനി ചോദിച്ചിട്ട് വേണം അവൻ വേറെ വല്ല ചോദിച്ചത്. ചുമ്മാ എന്തിനാണ് നമ്മള് വഴി കൂടെ പോണവരെ ഏണിയിട്ട് വാങ്ങിക്കണം എന്നിട്ടാണ്. ഇപ്പൊ സ്ത്രീപക്ഷമെന്നല്ലേ പറഞ്ഞത്. സ്ത്രീകൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയാണല്ലോ. ഒരാളെ കൊന്നില്ലേ, ഒരു സ്ത്രീ കാരണം ഒരാൾ മരിച്ചില്ലേ ആണ് പറഞ്ഞത്. നമ്മൾ പറയുന്ന ആരും കേൾക്കൂല. സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ കുറെയൊക്കെ നീതി കിട്ടേണ്ട സ്ത്രീകളുണ്ട്. അതല്ലാതെ ഈ അർഹതയില്ലാത്ത ആൾക്കാർ ഉടനെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ ഗ്യാങ് കാണിച്ച് എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള പുരുഷന്മാരെ സത്യം പറഞ്ഞാൽ തുല്യതയാണ് വേണ്ടത്. അല്ലാതെ സ്ത്രീയെ ഉയർത്തിയും പുരുഷനെ താഴ്ത്തിയല്ല. തുല്യത വേണമെന്ന് തന്നെ ഞാൻ പറയുന്നത്. ഇവര് പറയും പോലെ അങ്ങനെയൊന്നുമല്ല. എല്ലാവരും തുല്യതയോടെ, ആ പുരുഷനും സ്ത്രീ എന്ന വർഗ വ്യത്യാസം ഇല്ലാതെ ഒരേപോലെ എല്ലായിടത്തും ഇല്ലേ. ഡ്രൈവർമാര് സ്ത്രീകളില്ലേ, പൈലറ്റ് സ്ത്രീകളില്ലേ, അതേപോലെ സ്ത്രീകൾക്ക് തുല്യത വേണം. ആണുങ്ങളെ പോലെ പിന്നെ ചിലവര് പറയുന്ന ആണുങ്ങളെ പോലെ രാത്രി ഇറങ്ങി നടക്കണമെന്നൊക്കെ. അത് ഇവിടുത്തെ കേരളത്തിലൊക്കെ ഇവിടുത്തെ ആൾക്കാർ അറിയാലോ. ഇവിടെ കുഴപ്പമാണ്. ബാംഗ്ലൂരൊക്കെ കുഴപ്പമില്ല. ഇവിടെ ഒരു പരിധി കഴിഞ്ഞാൽ ഇവിടെ തകരപ്പറമ്പിൽ കൂടെ ഒക്കെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ മറ്റേ രാജസ്ഥാനിൽ നിന്നും നേപ്പാളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞ പിള്ളേരൊക്കെ നടന്നു പോകണം. പക്ഷെ മലയാളികളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ നൈറ്റ് ഓട്ടവും കൂടെ ആയതുകൊണ്ട് കൂടുതൽ നൈറ്റ് ഓട്ടമാണ് ഓടുന്നത്. ആ സമയത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഇവിടെ അങ്ങനെ സ്ത്രീകൾ അധികം നമുക്ക് ഇവിടെ തിരുവനന്തപുരം ജില്ലയില് അല്ലെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞ ആൾക്കാരായാലും ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറഞ്ഞൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. അല്ലാതെ സ്ത്രീകളൊന്നും കണ്ടിട്ടില്ല. തുല്യത എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇപ്പൊ പറഞ്ഞില്ലേ, മേയറിന്റെ കേസ് പറഞ്ഞില്ലേ, കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പൊ പഴയ മുൻ മേയർ ആയിരുന്നെന്നുള്ള ഒരു ഇതല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വല്ല ഹെൽപ്പ് ചെയ്ത ഒരാളാണെങ്കിൽ നമുക്ക് ചോദിക്കാം. നമ്മളെ ജോലി നശിപ്പിച്ച ആളാണ്. അയാളെ മുഖത്ത് പോലും നോക്കരുത്, കൺവെട്ടത്ത് പോലും നോക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല. പാവപ്പെട്ട ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. പാവപ്പെട്ട തീരെ വാടകയ്ക്ക് കിടന്ന നമ്മളെ പോലെയുള്ള. ഇപ്പൊ പാവപ്പെട്ടവന്റെ വേദന മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയെ കാണുമ്പോ എന്ത് ചോദിക്കണമെന്നാണ്. ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അവരുടെ അടുത്തൊന്നും ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോലെ താഴെ ലെവലിൽ എത്തുമ്പോൾ അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതിപ്പോ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം എന്തായാലും നമ്മളെ കർമ്മം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് തിരിച്ചു. ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റില്ല എന്നുള്ള 101% എനിക്ക് ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവരെ സപ്പോർട്ട് ചെയ്യണമല്ല, ന്യായമായിട്ട് പറയാം. അവരത് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരത് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അവരെ കുറിച്ച് ഒരു ചാനലിൽ പോലും നെഗറ്റീവ് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരെ കൂടാതെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരും, എല്ലാവരും പറയണമെന്ന് ഞാൻ പറയില്ല, കുറച്ച് ആൾക്കാരും എന്നെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അത് നോക്കിയും കണ്ടും അല്ലെങ്കിൽ തിരക്കിയിട്ടും വേണം പറയാം. ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ പറയണതായിട്ട് എന്റെ നാട്ടിലുള്ള ആൾക്കാർ പലതും പറയണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. എന്നെ വെറുപ്പുള്ള ആൾക്കാർ എന്നെ കുറിച്ച് നെഗറ്റീവ് പറയും. അല്ലെങ്കിൽ ഞാനുമായിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വെറുപ്പുള്ള ആൾക്കാർ പറയും. അതൊക്കെ കേട്ടിട്ട് എന്നെ അങ്ങനെ വിലയിരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ നേരിട്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ എന്റെ അടുത്ത് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കണം. അല്ലാതെ എന്നെ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താതെ പല ആൾക്കാരും എന്നെ നേരിട്ട് അറിഞ്ഞിടാത്ത ആൾക്കാരാണ് എന്നെ കുറിച്ച് നെഗറ്റീവ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ മുൻമേയറായിട്ടിരുന്ന ഒരു വ്യക്തിയെ അങ്ങനെ എനിക്ക് കണ്ടാലും എനിക്ക് ചോദിക്കാനും ഇല്ല, അവരെ താല്പര്യമില്ല, നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഓരോ ഓട്ടം കൊടുത്ത് നമ്മളെ ജയിപ്പിച്ചിട്ട് നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ലോ.
നമ്മുടെ കാര്യങ്ങൾ നടത്തി തരാൻ തന്നെ വോട്ടിടുന്ന കാര്യങ്ങൾ. ഇത് വോട്ടിട്ട് കഴിഞ്ഞാൽ അവര് രാജാവും നമ്മള് പ്രജയുമാണ്. അതുവരെ നമ്മൾ രാജാവാണോ? ഇലക്ഷൻ സമയത്ത് നമ്മളാണ് രാജാവ്, പാത്രം കഴുകണ ഒരു ഇതിലൊക്കെ പറയാനും. അപ്പൊ അതുവരെ നമ്മുടെ രാജാവും വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രജകളും ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ കണ്ടുകൊണ്ട് പോയിരുന്നത്. എങ്ങനെയുണ്ട് പുതിയ യൂണിഫോം വീട്ടിലുള്ള പ്രതികരണം? വീട്ടിലുള്ളവരെ പ്രതികരണം നോക്കിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ജീവിക്കണമെങ്കിൽ വീട്ടിലുള്ളവർ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്റെ കുഞ്ഞിന്റെ വയറ്റില് എന്തൊരു കാറ്റടിച്ചു കൊടുക്കുവോ? അവരെന്താ പറയുന്നത്? അവരൊന്നും ജോലി ചെയ്യുന്നില്ല, അവരൊന്നും പറയുന്നില്ല. ഏത് ജോലി ആയാലും നമ്മള് ജോലി ചെയ്യാൻ ഒരു ഇത് വേണം. അല്ല നമ്മളെ ജോലിയെ കണ്ടിട്ട് മറ്റേ ഉച്ചത്തോടെ തന്നെ കാണല്ലോ. നമ്മള് ഈ ഡിഗ്രി പഠിച്ചെന്നും IT പഠിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഏത് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, ആ ഒരു മനസ്സുണ്ട്. എന്ന് വെച്ചാൽ അതാണ് ഞാൻ കോർപ്പറേറ്റ് ഓഫീസിൽ പോയി മേയറിന്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോഴത്തെ VV രാജശേഖരന്റെ അടുത്തും പറഞ്ഞതാണ്, ഞാൻ എന്ത് ജോലി വേണം ചെയ്തോളാം.